അതിന്റെ ഇടയ്ക്ക് ആമ്പിള്ളേരുടെ പാന്റ് എവിടെ കിടന്നോണ്ടിരുന്നത്? ആ, അത് നമ്മൾ കണ്ടോണ്ടിരുന്നില്ലേ? നമുക്കൊന്നും തോന്നിയിട്ടില്ലല്ലോ. ഞാൻ വെറുതെ അങ്ങോട്ട് പോയിട്ടും ഒരു കാര്യത്തിന് ഞാൻ നിക്കത്തില്ല. പക്ഷെ എനിക്ക് അത്രയും ഹേർട്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഏതറ്റം വരെ ഞാൻ പോകുന്നുള്ളതാ. നിനക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഭാര്യയും 2 പെൺമക്കളും ആണെന്ന്. പെൺമക്കളാണോ ഇങ്ങനെ പറയുന്നത്? അപ്പൊ അവർക്കും അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ. പാലാരിവട്ടത്ത് സ്റ്റേഷനിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ റോഷ്ന എന്ന വ്യക്തിയെ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോ അറിയില്ല. പിന്നെന്താണ് സംഭവം? പിന്നെ എന്തറിഞ്ഞിട്ടാണ് അവർ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്? അവരെന്തൊക്കെ പറഞ്ഞിരിക്കുന്ന ആ വീഡിയോയിൽ? ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും ശരിയല്ല, അവരുടെ വസ്ത്രധാരണം ശരിയല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ടീച്ചർ ബ്രാഡ് സ്ട്രാപ്പൊക്കെ ഇവിടെ വെളിയില്ല. അപ്പൊ ഇത് പറയുമ്പോൾ അതിന്റെ അടിയിൽ കുറെ കമന്റ്, ചേച്ചിയുടെ വസ്ത്രധാരണം ആദ്യം ശരിയാക്കി. സീരിയസ് ആയിട്ടുള്ള ശരിക്കും അതൊരു ഒഫൻസ് ആയിട്ട് തന്നെ എടുക്കണം. അതിന് നിയമ നടപടികളും അതിന്റെ കാര്യങ്ങളിൽ അവർ കുറച്ച് തലപോയ്ക്കണം. ടെൻഷൻ അനുഭവിച്ചാലാണ് അവർക്ക് പേടി ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്തൊരു കമന്റ് ഇടുമ്പോൾ അവർ ആലോചിച്ച കമന്റ് ചെയ്യുള്ളൂ. 5 ഡാൻസ് കളിച്ച് നമുക്ക് കിട്ടുന്നത് 500 രൂപയാണ്. ഈ 500 രൂപ ചിലപ്പോൾ ചില മാസങ്ങളിൽ വർക്കേ ഉണ്ടാവത്തില്ല. പിന്നെ എനിക്ക് സ്ഥിരമായിട്ടൊരു തട്ടുകടയിൽ പറ്റുണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ ജീവിച്ചു. ഭക്ഷണം കഴിക്കണമല്ലോ. നടി എന്നുള്ളൊരു ടാഗ് അതിൻ്റെ ഉള്ളിൽ കയറ്റിയേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അതില്ലെങ്കിൽ ഞാൻ റോഷനയായി. നമ്മള് സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നാൽ മതി, പീഡനം ഉണ്ടാകത്തില്ല. നമ്മൾ പുറത്തിറങ്ങി അപ്പൊ പീഡനം ഉണ്ടാവും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ ഒറ്റയ്ക്ക് വഴിവെട്ടി നിന്നവനെ വെറുതെ ചൊറിയാൻ നിൽക്കരുത്. കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളൊരു സംഭവം ഇപ്പം റോഷനയുടെ ഒരു സൈഡിൽ നിന്നുള്ള സംഭവം ഇത്രയാണ്. ഇതല്ലാണ്ട് ഇതിന്റെ ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ സിനിമയിൽ നിന്ന് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയുന്നുണ്ട്, പലർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതൊക്കെ പറയാറുണ്ട്. സോ അങ്ങനെ സേഫ് അല്ലാത്ത പോവാൻ ടെൻഷനുള്ള പിള്ളേർ പോവില്ല. പിന്നെ ഇഷ്ടമാണല്ലോ, അതായത് എനിക്ക് ഇപ്പം ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ എനിക്ക് പോവാം. അതെ, അതിലിപ്പോ ആരും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോ അതൊരു പീഡനമാവുന്നില്ല. അത് അവരുടെ കംഫർട്ടബിൾ ആണ്. അവർ തൊഴിലെടുക്കുക, അവർ ജോലി ചെയ്യുക, അവർ കംഫർട്ടബിൾ ആയ രീതിയിൽ വർക്ക് ചെയ്യുക. പക്ഷെ എപ്പോഴും കംഫർട്ടബിൾ ആയ രീതിയിൽ പോകണം എന്നുള്ളതാണ് ഏതൊരു ഇൻഡസ്ട്രി. മറ്റുള്ളവർക്ക്, അതായത് ഇപ്പം ആൺകുട്ടിക്കായിക്കോട്ടെ പെൺകുട്ടിക്കായിക്കോട്ടെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ പോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അവർക്ക് ചിലപ്പോൾ സിനിമയോടുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അവരെല്ലാത്തിനും വഴങ്ങുന്നത്. അതെ, ഈ വഴങ്ങിയതിന് ശേഷം പിന്നീട് അതൊരു ഒരു പീഡനം എന്നുള്ള രീതിയിൽ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം എനിക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ട് പിന്നീട് അത് അയാൾ നിർബന്ധിച്ചിട്ടായിരുന്നു എന്ന് പറയാൻ പാടില്ല. ഞാൻ എനിക്ക് വേണ്ടിയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് എന്ത് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ ഫെയിം, ഇപ്പൊ എനിക്ക് എൻ്റെ ഫെയിമാണ് വലുത്. അങ്ങനെ നിൽക്കുന്നവർ അങ്ങനെ നിൽക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ആൺകുട്ടികളെ അല്ലെങ്കിൽ ജെൻസിനെ അതിലേക്ക് പിടിച്ച് ഇങ്ങനെ ബ്ലെയിം ചെയ്ത് ഇടുന്നതിനോട് താല്പര്യമില്ല. നമ്മളുടെ അറിവും സമ്മതപ്രകാരവും ആണെങ്കിൽ എവിടെയും ഒന്നും തെറ്റല്ല. മനസ്സിലായി. നമ്മുടെ അറിവില്ലാതെയും നമ്മളെ നിർബന്ധപൂർവം അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലും അവരെ ചൂഷണം ചെയ്തും കുറെ എന്താ പറയാ ഭീഷണിപ്പെടുത്തിയൊക്കെ ആണെങ്കിൽ അത് ശരിയല്ല. ഇപ്പം ഈ സിനിമയിൽ തന്നെ ഒരു 16 മൂവീസ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഒരാൾ, ഇപ്പം നമ്മുടെ നാട്ടുകാരാണെങ്കിലും പറയുമ്പോൾ ലൈക്ക് റോഷ്ന മൂവി ഇൻഡസ്ട്രിയിലാണ്, സിനിമ ഇൻഡസ്ട്രിയിലാണെന്നാണ്. അപ്പോൾ സിനിമ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ പൊതുവെ അങ്ങനെ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഈ ആൾ ഈ ഒരു ക്യാരക്ടർ ആയിരിക്കും സിനിമയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട്, അങ്ങനെ ആളുകൾ പറയുന്നുണ്ടോ? അയ്യോ, ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിലുള്ള കമന്റ്സ് വായിക്കണം, അതുപോലെയാണ്. ഞാൻ എന്തോ എനിക്ക് പ്രൗഡാവും എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു നടി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പക്ഷെ നടി എന്ന് വന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്രയും അതിനെ നെഗറ്റിവിറ്റി ആക്കി എടുത്തിരിക്കുന്നത്. സിനിമയിലുള്ളവര് അങ്ങനെ നടക്കുന്നവരാണെന്ന് എന്തോ സമൂഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ, ഒരിക്കലും ഇല്ല. ഇപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാവർക്കും അവരവരുടേതായ സുരക്ഷിതമായിട്ടുള്ളൊരു ഇത് കിട്ടണമെന്നില്ല. ഇപ്പോൾ ബാങ്ക് ഫീൽഡ് ആയിക്കോട്ടെ, ടീച്ചിങ് ഫീൽഡ് ആയിക്കോട്ടെ, അവിടെയും ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ ഉണ്ടാകാം. ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് അവർക്ക് പ്രത്യേകത അങ്ങനെയൊന്നുമില്ല. ഇപ്പം ആർട്ടിസ്റ്റുകൾക്ക് സുഖമാണ് എല്ലാം, അവർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നു, ഫെയിം കിട്ടുന്നു.
അവരതിനു വേണ്ടി അത്രയും ഹാർഡ് വർക്ക് എടുക്കുന്നുണ്ടാവും. ഒരു ഷോട്ട് ചിലപ്പോൾ 10 പ്രാവശ്യം ചെയ്തായിരിക്കും അവർ ഫിനിഷ് ചെയ്യുന്നത്. ഒരു സിനിമ തീർക്കാനിടുന്ന കഷ്ടപ്പാട് ആ സിനിമയുടെ സെറ്റിൽ ഒരു 5 ദിവസം പോയിരുന്ന മനസ്സിലാവും, ഒരു ദിവസം പോയിരുന്ന മനസ്സിലാവും. അപ്പോൾ ആർട്ടിസ്റ്റുകൾ ഭയങ്കര ഈസി ആയിട്ടല്ല മൂവ് ചെയ്തുകൊണ്ടിരിക്കണത്. പക്ഷെ ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെ എന്താ പറയാ, കുറെ ആവശ്യങ്ങളൊക്കെ നടത്തി അങ്ങനെയൊക്കെയാണ്, സുഖമാണ്, ഒന്നും അറിയണ്ട, കുറെ പേര് അവരെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, സിനിമക്കാരി ആയതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ചിന്തയുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ റോഷനയുടെ ലൈഫിലെ ഏറ്റവും മേജർ ട്രോമാസ് എന്തൊക്കെയാണ്? അയ്യോ, എനിക്ക് അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ എങ്ങനെ പറയാ, ട്രോമ എന്ന് പറയാൻ അത്ര ബാഡായിട്ട് അഫക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡായിരിക്കും. മീൻസ് എൻ്റെ ഫാദർ മരിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക്, എൻ്റെ സിംഗിൾ മദറാണ്, അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് എന്നെ വളർത്തിക്കൊണ്ടുവരിക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് കിടക്കുന്നത്. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ അതിനേക്കാളൊക്കെ ഹാർഡർ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഭയങ്കര ഹാർഡറായിട്ട് പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ആ ചെറുപ്പത്തിൽ നിന്ന് തന്നെ എനിക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടേ നിൽക്കാം. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് അത്ര വലിയ പ്രശ്നമല്ല. ഞാനത് മാനേജ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ചെറുപ്പം മുതലേ ഈ സിനിമ എന്നുള്ളൊരു സംഭവം മനസ്സിലുണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തായിരുന്നു ഇപ്പൊ ചെറുപ്പം മുതലുള്ള ലക്ഷ്യം? ഡാൻസ് ആയിരുന്നു. ഞാൻ ഡാൻസറായിട്ടാണ് വരുന്നത്. കൊച്ചിൻ കലാഭവന്റെ ഒക്കെ കോമഡി സ്കിറ്റ് പരിപാടികള്, മഴവില്ലിന്റെ പരിപാടികള്, അങ്ങനെ കുറേ സ്റ്റേജുകൾ കോമഡി സ്കിറ്റിലും ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ടും ഒക്കെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ നടന്നത്. അതിനൊരു ട്രൂപ്പിൽ കയറി. ആ ട്രൂപ്പാണെങ്കിൽ തുടക്ക സമയമായതുകൊണ്ട് ആ ട്രൂപ്പിലിട്ട് ഒരു പ്രോഗ്രാമും വരുന്നില്ല. അങ്ങനെ കുറേ നാൾ അതിൽ ഡാൻസ് പഠിച്ചോ, എല്ലാ ദിവസവും പോകും ഡാൻസ് ക്ലാസ്സിൽ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോറും പൊതിയൊക്കെ കെട്ടി പോകും. ഡാൻസ് പഠിക്കുക, വെസ്റ്റേൺ ഡാൻസ് പഠിക്കുക, തമിഴ് സിനിമാറ്റിക് പഠിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. ആദ്യം ചെന്ന ട്രൂപ്പിൽ നമ്മളെന്തോ അവിടുത്തെ കല്യാണം കഴിഞ്ഞ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ. അവരുടെ കുട്ടികളൊക്കെ നോക്കലായിരുന്നു എൻ്റെ പണി. അങ്ങനെ എനിക്ക് തന്നെ, ഞാൻ ഡാൻസ് പഠിക്കാൻ ചെല്ലും, ആർക്കും ഒരു സമയമില്ല, അവർക്കാണെങ്കിൽ 24 മണിക്കൂറും ഡാൻസ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താ? നോ, ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ ആയിരുന്നു. ഞാൻ ടീച്ചറായിട്ട് 2 വർഷം ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് എനിക്ക് ഡാൻസ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവിടെ നിന്ന് ചാടി ഇവിടെ വന്ന ആളാ. സോ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൂപ്പിൽ പോയി പെട്ടു. ആ ട്രൂപ്പിലാണെങ്കിൽ എന്നും പ്രോഗ്രാംസാ. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ പോകും. ഈ പ്രോഗ്രാമിന് പോകുന്ന ചിലപ്പോൾ കോയമ്പത്തൂരായിരിക്കും, ബാംഗ്ലൂരായിരിക്കും പ്രോഗ്രാം. അവരുടെ കുട്ടികളൊക്കെ ഉണ്ടാവും, കുഞ്ഞു പിള്ളേരൊക്കെ, ചില പിള്ളേർ ചേച്ചിമാർ ഡാൻസ് കളിക്കുന്നവരെ, അവരെയൊക്കെ നോക്കുക, കൊഞ്ചിക്കുക, ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. അത് കുറെ നാളായിരുന്നു. അവിടെ ഡാൻസ് പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേറൊരു ട്രൂപ്പിൽ ചേർന്നു. അതൊരു പുതിയ ട്രൂപ്പായിരുന്നു. അവിടെ ആണെങ്കിൽ പ്രോഗ്രാമും ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്നെ കുറച്ച് പ്രോഗ്രാംസിലേക്കൊക്കെ ആഡ് ചെയ്തത് മനോജ് ഗിന്നസ് ആണ്. മനോജ് ചേട്ടൻ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. ചെറിയ റോൾസ് ആണെങ്കിലും ചിലപ്പോൾ കോമഡി സ്കിറ്റിലൊക്കെ തരും, അതിനൊരു പേയ്മെൻറ്റ് തരും. പിന്നെ ഡാൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയും, ആ ഡാൻസിൽ കയറും. അപ്പോൾ എൻ്റെ ഡാൻസ് നടക്കും. ഈ കോമഡി ഞാൻ ആദ്യമായിട്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ സ്റ്റേജിൽ കയറിയത് രമേഷ് പിഷാരടിയുടെ കൂടെയാണ്, അഡിലെക്സ് എക്സിബിഷൻ സെന്ററിൽ. അപ്പൊ അങ്ങനെ അതിന്റെ ഫോട്ടോ ഒക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. സോ എനിക്ക് തോന്നുന്നു അതേതാ, കണ്ണൻ താമരക്കുളത്തിന്റെ ഒരു പടം, ആടുപുലിയാട്ടമാണോ അതിന് മുന്നത്തെ പടമാണോ, ആ പടത്തിന്റെ ലോഞ്ചിന് ലാലേട്ടൻ വന്ന സമയം, ലാലേട്ടനൊക്കെ ഉണ്ട് ആ പരിപാടിക്ക്. അപ്പോൾ ജയറാമേട്ടൻ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ ഫസ്റ്റ് ആർട്ടിസ്റ്റുകളെയൊക്കെ കാണുന്ന ഒരു പേളിമാണി ആയിരുന്നു അതിൻ്റെ ആങ്കർ. അങ്ങനെ ഇപ്പോഴും ഓർമ്മയുണ്ട് അത്. അങ്ങനെ സിനിമാ മോഹം പതുക്കെ മനസ്സിലോട്ട് അല്ല, സാമ്പത്തികമാണ് എന്നെ ഈ ഒരു വഴിയിലോട്ട് എത്തിച്ചത്. കാരണം എന്താ വെച്ചാൽ എനിക്കൊരു ചെറിയൊരു ആഡ് കിട്ടി, പരസ്യം, ചെറിയ പരിപാടി കൊണ്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു 5 ഡാൻസ് കളിച്ച് എനിക്ക് ഒരു ദിവസം കിട്ടുന്നത് 500 രൂപയാണ്. അത് ഞാൻ 5 ഡാൻസ് ഒരു ദിവസം നമ്മളൊരു സ്റ്റേജ് പെർഫോമൻസ്, ചിലപ്പോൾ 4 എണ്ണത്തിൽ, ചിലപ്പം പരിപാടിയുടെ ടൈം നോക്കിയിട്ട്
അപ്പോൾ 4 നമ്മൾ അത്രയും ഡ്രസ്സ് മാറണം, വെട്ടണം, ഇവിടുന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം, അടുത്തത് ചെയ്യുന്നു. ഏതെങ്കിലും അമ്പലപ്പറമ്പോ പള്ളിപ്പറമ്പൊക്കെ ആയിരിക്കും. എൻ്റെ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അവർക്ക് ഡാൻസ് ഇഷ്ടമായിട്ട് ചിലപ്പോൾ, പക്ഷെ സാമ്പത്തികം കുറവാണ് എല്ലാവരും. ചിലവർ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ഉണ്ടാവും ഈ ട്രൂപ്പിൽ. അവരുടെ കൂടെയായിരുന്നു ഞാൻ. അത്ര നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് എനിക്ക് പൈസ ഒരു മാറ്റർ എന്നുള്ള ചിന്തയിലൊന്നും പോയില്ല. എനിക്ക് ഡാൻസ് കളിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നു. 5 ഡാൻസ് കളിച്ച് നമുക്ക് കിട്ടുന്നത് 500 രൂപയാണ്. ഈ 500 രൂപ ചിലപ്പോൾ ചില മാസങ്ങളിൽ വർക്കേ ഉണ്ടാവത്തില്ല. പിന്നെ എനിക്ക് സ്ഥിരമായിട്ടൊരു തട്ടുകടയിൽ പറ്റുണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ ജീവിച്ചു. ഭക്ഷണം കഴിക്കണമല്ലോ, അങ്ങനെ പോയി. അത് കുറേ നാളങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ആഡ് കിട്ടുന്നത്. ആ ആഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു ദിവസത്തിന് എനിക്ക് ആ ആഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് 8000 രൂപ അങ്ങ് എടുത്തു തന്നു, ഒറ്റ ദിവസത്തെ ഷൂട്ടിന്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഷോ എങ്ങനെ ഈ ആഡിലോട്ട് എത്തിയത്? അതെൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ടേ, ചാലക്കുടി ലിയോണ ലിഷോയ് ഇല്ലേ, ലിഷോയ് ചേട്ടനായിരുന്നു ആഡിലുള്ളത്. അതായത് ഒരു ചെക്കൻ്റെ അപ്പനും അമ്മയും പെണ്ണ് കാണാൻ വരുന്നു. കറി പൗഡറിന്റെ ആടാണ്. നമ്മൾ കറി കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഇംപ്രഷനിൽ കല്യാണത്തിന്റെ കാര്യം ചെയ്യും, അങ്ങനത്തെ ഒരു സാധനം. ക്ലീശയൊക്കെയാണ് പക്ഷെ അപ്പം ആ ആഡ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പേയ്മെന്റ് കിട്ടി. അപ്പം എനിക്ക് ഒബ്വിയസ്ലി 8000 രൂപ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓ ദൈവമേ, എനിക്ക് എത്ര നാള് സുഖമായിട്ട് ജീവിക്കാം അങ്ങനെ ചിന്തിച്ചു ഞാൻ. അപ്പം പിന്നെ ഞാൻ പതുക്കെ ഓഡിഷൻസിലേക്ക് മാറി. ഡാൻസ് എപ്പോഴും ഉണ്ട്, എന്നാലും ഓഡിഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ സിനിമ ട്രൈ ചെയ്ത് നോക്കാന്ന്, അങ്ങനെയാണ് ജസ്റ്റ് പതുക്കെയാണ് കയറിയത്. 16 ദിവസം വർക്ക് ചെയ്താൽ കിട്ടുന്ന പേയ്മെന്റ് ഒറ്റ ദിവസത്തിൽ കിട്ടി. അങ്ങനെ കിട്ടി. അപ്പൊ അതുവരെ വീട്ടിലെ അവസ്ഥയോ? അപ്പോ വീട്ടില് മീൻസ് അമ്മ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. എനിക്കൊരു ബ്രദറാണുള്ളത്, അനിയൻ ചെറിയ കുട്ടിയാണ്. പിന്നെ ഫാദർ ഇല്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ വളർന്നു വന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ അമ്മയ്ക്ക് ജോലി ഉണ്ടല്ലോ. എന്നോട് അമ്മയായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് കുറെയൊക്കെ ഇതായി തുടങ്ങിയത്. അത്രയും സാക്രിഫൈസ് ചെയ്ത് വന്ന ഒരാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒറ്റ വാക്കിലൊക്കെ അവരോടൊക്കെ പറയാനുള്ള ഒരു റിപ്ലൈ എന്താണ് അപ്പോ? അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മറ്റേ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം എന്താണ്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ ഒറ്റയ്ക്ക് വഴിവെട്ടി നിന്നവനെ വെറുതെ ചൊറിയാൻ നിൽക്കരുത്. അതാണ് എനിക്ക് ഒരു പ്രശ്നം ആരോടും ഇല്ല. ഞാൻ വെറുതെ അങ്ങോട്ട് പോയിട്ടും ഒരു കാര്യത്തിനും ഞാൻ നിൽക്കത്തില്ല. പക്ഷെ എനിക്ക് അത്രയും ഹേർട്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഏതറ്റം വരെ ഞാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ ഇയാൾക്ക് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇയാളുടെ അടുത്ത് പാലാരിവട്ടത്ത് സ്റ്റേഷനിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് അവരെ പറ്റി എന്തെങ്കിലും അറിയാവോ, ഈ റോഷ്ന എന്ന വ്യക്തിയെ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല. പിന്നെന്താണ് സംഭവം? പിന്നെ എന്തറിഞ്ഞിട്ടാണ് അവർ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്, അവരെന്തൊക്കെ പറഞ്ഞിരിക്കുന്ന ആ വീഡിയോയില്. അതെ, നമ്മൾ കാണുന്നവര് വിചാരിക്കും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെന്ന്. ഞാൻ അയാളെ അറിയില്ല, നേരത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അയാൾ എന്നെ അറിയില്ല, അയാൾക്ക് എന്നെ അറിയില്ല, എനിക്ക് അയാളെയും അറിയില്ല, അയാൾക്ക് എന്നെ ഒന്നും അറിയില്ല. അയാൾ പോലീസുകാരോട് തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു വലിയ ആളാന്നുള്ള രീതിയിൽ, സാറിന് എന്നെ അറിയാവോ വല്ലതൊന്നും. അപ്പൊ സാറ് പറഞ്ഞു, നിന്നെ അറിയാനായിട്ടോ എവിടെയും ഞാൻ പോകേണ്ട കാര്യമില്ല, നിന്റെ 2 വീഡിയോ ഇരുന്ന് കണ്ടാൽ മതി, നിന്റെ സംസ്കാരം എല്ലാം അതിലുണ്ട്, നീ എന്താന്നുള്ളത്. അപ്പൊ എന്താ? ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഭാര്യയും 2 പെൺമക്കളും ആണെന്ന്. പെൺമക്കളാണോ ഇങ്ങനെ പറയുന്നത്? അപ്പൊ അവർക്കും അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ. ഇപ്പം പെൺകുട്ടികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അവർ, പിന്നെ ഞാൻ ചോദിക്കണേ, ഇയാൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇയാൾക്ക് മര്യാദക്ക് ഇരുന്നൂടെ? പിന്നെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാലോ. നല്ല രീതിയിൽ റിയാക്ട് ചെയ്തോട്ടെ, ഇയാളെ പോലെ തന്നെ റിയാക്ട് ചെയ്ത ഒത്തിരി പേരുണ്ട്. സോ ഇത്ര വൾഗറായിട്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതെന്താ വെച്ചാ CPM എതിരെ എന്നുള്ള രീതിയിലാണ് സംസാരിക്കണേ. ഏത് പാർട്ടിക്ക് എതിരെയാണെങ്കിലും ഇത്ര വൾഗറായിട്ട് ഒരു സ്ത്രീ അതിലേക്ക് വലിച്ചിടേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാനായിക്കോട്ടെ, ഞാൻ ഇപ്പൊ CPM ആളാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇവർക്ക് എന്താ പ്രശ്നം? ലൈക്ക് അയാളെ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഞാനിപ്പോ CPM ആളാന്ന് തന്നെ വെച്ചോളൂ. ഈ കാണുന്ന പ്രേക്ഷകർക്ക് എന്താ പ്രശ്നം? അല്ലെങ്കിൽ ഞാനൊരു പാർട്ടിക്ക് നിൽക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്, ഞാൻ എവിടെ നിൽക്കണം, എൻ്റെ പൊസിഷൻ ഏത് പാർട്ടിക്ക്, അല്ലെങ്കിൽ എന്ത് പാർട്ടിയോട് എനിക്ക് ഞാൻ ആരായിട്ട് സപ്പോർട്ട് ചെയ്ത് പോകണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 18 വയസ്സിലെങ്ങാണ്ട് ഒരു വോട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു വോട്ട് പോലും വോട്ട് ചെയ്യാറില്ല. വോട്ട് ചെയ്തിട്ടില്ല. ഒന്നാമത് വയനാടല്ലേ,
അത്രയും ദൂരം ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ പോയി എത്തി വോട്ട് ചെയ്യാൻ പറ്റൂല. ഇപ്പോഴാണ് അഡ്രസ്സ് ചേഞ്ച് ആയത്, കൊച്ചിയിലോട്ട് മാറ്റിയത്. ഇപ്പം ഒരു 5-6 മാസം മുന്നേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇനി മുതൽ വോട്ട് ചെയ്ത് തുടങ്ങണം. റോഷനയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലൊക്കെ ഈ ഇടയായിട്ട് നമ്മുടെ എന്താ റേപ്പ് കേസസിന്റെ പോസ്റ്റുകൾ സ്റ്റോറീസും ഒക്കെ ഷെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2012 ഒരു നിർഭയനെ കണ്ടതാ, അത് ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര എന്താ പറയുക ദാരിദ്ര്യം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അതായത് പെൺകുട്ടികളെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്ന രീതി, അതിപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ലേ. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഇന്നലെ എങ്ങാണ്ട് ഒരു വീഡിയോയിൽ ഞാൻ കണ്ട ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു, പെൺകുട്ടികളുടെ വസ്ത്രധാരണം ശരിയല്ല, അവരങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോഴാണ് ആൺപിള്ളേർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാനൊരു മ്യൂസിയത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു റേപ്പ് വിക്ടിംസിന്റെ ഡ്രസ്സസ് വെച്ചേക്കുന്നതിൽ ഒരു പർദ്ദ, ഒരു ഡോക്ടറിന്റെ വേഷം, ഒരു കുഞ്ഞ് റോംബർ ബേബീസിന്റെ. ഈ റോംബർ ഇട്ട കുഞ്ഞിനെ കണ്ടിട്ടൊക്കെ എന്ത് തോന്നാനാണ്? അതാ പറഞ്ഞേ, അത് നമുക്കങ്ങനെ പബ്ലിക്കായിട്ട് ആളുകളുടെ അടുത്ത് കമന്റ് ചോദിക്കുകയാണ് ഒരു ആള് ചെന്നിട്ട്. അപ്പോൾ ആ ചേച്ചി പറയുവാണ്, അവര് ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും ശരിയല്ല, അവരുടെ വസ്ത്രധാരണം ശരിയല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ചേച്ചിയുടെ ബ്രായുടെ സ്ട്രാപ്പൊക്കെ ഇവിടെ വെളിയിലാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമന്റ്, ചേച്ചിയുടെ വസ്ത്രധാരണം ആദ്യം ശരിയാക്ക്, ചേച്ചി കേരള സാരിയൊക്കെ കൊടുത്തേക്കുന്നു. പക്ഷെ അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വസ്ത്രധാരണത്തെ പറ്റിയാണെങ്കിൽ വസ്ത്രം ധരിക്കാൻ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്, നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. അതൊന്നും ആർക്കും ചൂഷണം ചെയ്യാൻ പറ്റില്ല. ഒരിടയ്ക്ക് ആമ്പിള്ളേരുടെ പാൻറ് എവിടെ കിടന്നുകൊണ്ടിരുന്നത്, അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നില്ലേ, നമുക്കൊന്നും തോന്നിയിട്ടില്ലല്ലോ. സോ ഇപ്പോഴത് കുറച്ച് മാറ്റം വന്നു. ആദ്യം അങ്ങനെ തന്നെയായിരുന്നില്ലേ, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു, നമുക്കൊന്നും തോന്നാറില്ല. ഞാൻ ചോദിക്കുന്നത്, സ്ത്രീകൾക്ക് അങ്ങോട്ട് പോയിട്ട് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല, എന്താണ് പുരുഷന്മാർക്ക് ഓപ്പോസിറ്റ് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മൾ ഇവരെയല്ലേ പഠിപ്പിച്ചു കൊടുക്കും? ഇവരോടല്ലേ നമുക്ക് പറയാനുള്ളത്. പറയുമ്പം പുരുഷന്മാരെ പറയാൻ കുറെ പേര് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ബഹളമായിരിക്കും. പക്ഷെ സത്യം എന്താ, അവരുടെ നോട്ടവും അവരുടെ വികാരങ്ങളും ശരിയല്ല. അതെ. അതുപോലെ ഈ ന്യൂസിന് ശേഷം ഞാൻ കണ്ടിരുന്നു അവിടുത്തെ CM പറയുന്നത് ഇതേപോലെ രാത്രി 9-ന് ശേഷം ഈ പ്രണയിച്ച് പീഡന കേസ് കൊടുക്കുന്നതും ഒരു ബന്ധമില്ലാത്ത പെൺകുട്ടികളെ, അതും ജനിച്ച് ഞാൻ ഇവിടെ നമ്മുടെ ആലുവയിൽ ഒരു പെൺകൊച്ചിനെ, ഒരു കുഞ്ഞു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയില്ലായിരുന്നു, എന്തോരം ടെൻഷൻ അടിച്ച ഒരു കേസാ, വലിയ കേസായിരുന്നു. അതെന്താ കാണിച്ചു കൂട്ടിയത്? അപ്പൊ ഇതൊക്കെ ആ കുഞ്ഞിനെ എന്തറിയാം, അല്ലെങ്കിൽ ആ കുഞ്ഞ് എന്ത് വസ്ത്രം ധരിച്ചിട്ട് എന്ത് കണ്ടിട്ടാ എടുത്തോണ്ട് പോകുന്നത്? ഈ ചെറിയ കുഞ്ഞുങ്ങളെ പോലും ഉപദ്രവിക്കുന്ന ഒരുപാട് ആളുകൾ, അത്രയും വൾഗറായി തുടങ്ങിയ ആളുകളുടെ മൈൻഡ്. അല്ല, അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് വന്നൊരു പോസ്റ്ററാണ് എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, രാത്രി 9 മണിക്ക് ശേഷം സ്ത്രീകൾ പുറത്തിറങ്ങരുത് എന്നുള്ളത്. അതെന്താ? പീഡനം വന്നതിന് ശേഷം അവിടുത്തെ CM അലോട്ട് ചെയ്തതാണ് 9 മണിക്ക് ശേഷം സ്ത്രീകൾ കഴിവതും യാത്ര ഒഴിവാക്കണം എന്നുള്ളത്. നമ്മൾ ഒഴിവായിട്ടിരുന്നാൽ മതി, സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും ഒതുങ്ങി ഇരുന്നാൽ മതി, പീഡനം ഉണ്ടാവത്തില്ല. നമ്മൾ പുറത്തിറങ്ങി അപ്പൊ പീഡനം ഉണ്ടാവും. അപ്പൊ നമ്മളാണ് പ്രശ്നക്കാരല്ലേ? അതെ, നമുക്കപ്പോ അങ്ങനെ ചെയ്യാം. ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാരും വാതിലടച്ച് വീട്ടിലിരിക്കുക, ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക, അപ്പൊ തന്നെ തിരിച്ചു കയറുക. അത് ഇങ്ങനെ വല്ല പർദ്ദയോ എന്തെങ്കിലും ഇട്ടിട്ട് ഇറങ്ങി കുറച്ചും കൂടി. പർദ്ദയിട്ടവരെയും പീഡിപ്പിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ അങ്ങനെയാണല്ലോ പറയുന്നത്, നമ്മളല്ലേ പ്രശ്നം, നമ്മളാണല്ലോ. അപ്പൊ നമ്മുടെ ഡ്രസ്സ് പ്രശ്നം, നമ്മുടെ ഇത് പ്രശ്നം, നമ്മൾ നോക്കുന്ന പ്രശ്നം, നമ്മുടെ എല്ലാം പ്രശ്നമാണ്. അപ്പൊ പിന്നെ നമുക്ക് വെളിയിൽ ഇറങ്ങണ്ട, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാം, അതായിരിക്കും നല്ലത്. ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇതേപോലെ കണ്ടിരുന്നു. ഒരു ചെറിയ കുട്ടിയുടെ ഫസ്റ്റ് പോസ്റ്റാണ്. ചെറിയ കുട്ടി എന്തോ ഒരു ബസ്സിൽ എന്തോ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് കുട്ടീൻ്റെ ചെസ്റ്റിൽ ഇങ്ങനെ പിടിക്കുന്നു. ഒരു കാർട്ടൂൺ ഗ്രാഫിക് ഇമേജ് ആണ്. പിന്നെ ഈ കുട്ടിയുടെ നെക്സ്റ്റ് സ്റ്റേജിലും അത് വലുതായിട്ടും അത് കുറച്ചുകൂടെ വലുതായിട്ടും എല്ലാം ഇതിൻ്റെ മൈൻഡിൽ ഈ ഒരു ടച്ചിൻ്റെ ഇമ്പാക്റ്റ് കിടപ്പുണ്ട്. ഇങ്ങനെ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു ബാഡ് ടച്ച്, അല്ലെങ്കിൽ ഒരു അബ്യൂസിങ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ഇതുവരെയായിട്ടും. എൻ്റെ ഓർമ്മയിൽ പോലും അങ്ങനെ ഇല്ല. കാരണം എൻ്റെ വീട്ടില്, ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. എൻ്റെ ചാച്ചൻ അമ്മയുടെ ആങ്ങളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു സ്ഥലത്ത് തന്നെ വിടൂല. എന്നിട്ട് ചാച്ചൻ അറിയാതെയാണ് ഞാൻ എവിടെയെങ്കിലൊക്കെ, അതായത് സ്പോർട്സ് ആർട്സിനൊക്കെ കയറണം, എന്നെ ഒന്നിനും വിടൂല. അപ്പം ഞാൻ സ്പോർട്സിനൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പം സ്കേർട്ടിൻ്റെ അടിയിൽ അന്നെന്ന് വെച്ചാൽ നമ്മൾ ട്രൗസേഴ്സ് ഇട്ടിട്ടാണ് നമ്മൾ ഓടാനും ഷോർട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ വരും. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ട്രോഫി കൊണ്ടൊക്കെ വരുമ്പോഴാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഇതിന് പോയിട്ടുണ്ട്. അപ്പം ട്രോഫി കാണുമ്പോൾ പിന്നെ നമ്മൾ ചീത്തയൊന്നും പറയില്ല.
അപ്പൊ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. സ്പോർട്സിലും ആക്റ്റീവ് ആയിരുന്നു അല്ലേ? സ്പോർട്സ് ആയിരുന്നു മെയിൻ. മെയിൻ ആർട്സ് ഉണ്ടായിരുന്നു, എന്നാലും സ്പോർട്സ് കോട്ടയിലാണ് എനിക്ക് +1 +2 ഒക്കെ കിട്ടിയത്. അഡ്മിഷൻ എല്ലാം പോയത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഹാൻഡ്ബോൾ പ്ലെയർ ആയിരുന്നു. പറഞ്ഞ പോലെ 9, 10 ആ ഒരു ക്ലാസ്സിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾക്ക്. സോ ഞാൻ വീട്ടില് അങ്ങനെ വളരെ അച്ചടക്കമുള്ള ഒരാളും വെളിയിൽ ഇറങ്ങുമ്പം ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളും, രണ്ട് ക്യാരക്ടർ ആയിരുന്നു, 2 ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ. പിന്നെ എൻ്റെ ചാച്ചനും മീതി പറഞ്ഞ പോലെ ഇങ്ങനെ ഞാൻ പോകുന്ന വഴിക്കൊക്കെ എപ്പോഴും 2 വീലർ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, മിക്കവാറും അത് എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റും ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ പൂവാലന്മാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഏതെങ്കിലും ചേട്ടന്മാരൊക്കെ വരും. അന്ന് എൻ്റെ ചാച്ചന് ഇഷ്ടമല്ല, എല്ലാത്തിലും പോയി ചാച്ചൻ ഇടപെടും, എല്ലാവരുടെ അടുത്തും ചീത്ത പറയും, തടഞ്ഞു നിർത്തി അല്ല നീ എന്തിനാടാ ഇവിടെ വന്നേന്നൊക്കെ ചോദിച്ചാൽ അടിയുണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് പ്രേമിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായില്ല. പ്രേമിക്കാൻ പറ്റി, പക്ഷെ അതിനൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. അതൊന്നും നടന്നൊന്നുമില്ല, മര്യാദക്കൊന്നും പോയില്ല. ചാച്ചൻ സമ്മതിക്കൂല, ചാച്ചന് ഇഷ്ടമില്ലാത്തതിലൊന്നും നമുക്ക് പെടാൻ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് ബാഡ് ടച്ച് ഒന്നും ഫീൽ ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അത് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ സ്കൂളുകളിലും എല്ലായിടത്തും. കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാര് പഠിപ്പിച്ചു തുടങ്ങി, അങ്ങനെ വരെ എത്തി നമ്മുടെ കണ്ടീഷൻ. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ ജനിച്ച സമയത്ത് അല്ലെങ്കിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പൊ വരുന്ന വീഡിയോ കണ്ടന്റിൽ കൂടെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ളൊരു സാധനമൊക്കെ കാണാൻ തുടങ്ങിയത്. ഇപ്പൊ തന്റെ കാലത്ത് അത് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. നമ്മളെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. നമ്മളിപ്പോഴാണ് എന്നെ ചെറുപ്പത്തിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല, നമ്മളത് അറിഞ്ഞിട്ടേ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴാണത്, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇപ്പോഴാണത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. ജനറേഷൻ അത്രയും ഈ ഒരു രീതിയിലോട്ട് മാറിക്കഴിഞ്ഞു നമ്മുടെ. അപ്പോ കുട്ടികൾ പോലും സുരക്ഷിതരല്ലാത്തൊരു ലോകത്ത് അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും വീണ്ടും നമ്മുടെ ബാക്ക് ടു കരിയർ ഒക്കെ വരികയാണെങ്കിൽ, കരിയർ ഒരു സൈഡിൽ പോകുന്നുണ്ട്, ഈ കേസൊക്കെ ആയിട്ട് വീണ്ടും മുന്നോട്ട് പോകാൻ തന്നെയാണോ പ്ലാൻ? കേസ് ഇപ്പൊ അങ്ങനെ നടക്കുവാണല്ലോ, അതിനിപ്പം എന്താവും അതിൻ്റെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേസിന്റെ കാര്യത്തിനൊക്കെ ഇങ്ങനെ നടക്കുന്നതും ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്നതൊക്കെ. ഭീഷണി എന്തെങ്കിലും ഇല്ല, ഭീഷണി അങ്ങനെ ഒന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്നെ അങ്ങനെ അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഭീഷണി തരത്തിലുള്ള ഒന്നുമില്ല. പക്ഷെ ഇത് എത്ര പോകും എന്ന് നോക്കാം. കുറച്ചൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാനും പേടിപ്പിക്കാനും ഒക്കെ പറ്റുള്ളൂ. ഒരു പരിധി വരേക്കും ഇത് നന്നായിട്ട് ആഘോഷിച്ചു എന്ന് തോന്നുന്നു, അല്ലേ? ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് സപ്പോർട്ടിങ് ആയിട്ടുള്ള ആൾക്കാർ വന്നു. മറ്റേ പ്രശ്നം മറന്നു ആൾക്കാർ. അതായത് എന്നെ കുറെ ചീത്ത പറഞ്ഞ ആൾക്കാരൊക്കെ ഇതിൽ നിന്ന് ഈ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു. അതിൽ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെയാണ് നമ്മുടെ ആളുകൾ. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ മിനിമം ആണ് നമ്മുടെ നിയമം. നമുക്ക് ഇതിപ്പം ഒരു റേപ്പിസ്റ്റ് ആണെങ്കിലും അയാൾക്ക് വളരെ മിനിമൽ ആയിട്ടാണ് എല്ലാം കിട്ടുന്നുള്ളൂ. അതായത് നമ്മൾ വിചാരിക്കുക അയാൾക്ക് കൊലക്കുറ്റത്തിനുള്ളത് കിട്ടണം എന്ന്, പക്ഷെ അത്രയും ലെവലിലോട്ടുള്ള നിയമങ്ങൾ ഇപ്പൊ നമ്മുടെ ഇവിടെ ആയതുകൊണ്ടാ. അതർ കൺട്രീസിലൊക്കെ ആണെങ്കിലോ അവിടുത്തെ ശിക്ഷകളും അവിടുത്തെ രീതികളൊക്കെ ഭയമാണ് ആൾക്കാർക്ക്. കഴിഞ്ഞ ദിവസമൊക്കെ ഷെയർ ചെയ്തത് ഗരുഡ പുരാണത്തിലെ പോലെ റേപ്പിസ്റ്റുകൾക്ക് കൊടുക്കണം എന്നാണ്. അതല്ല, ഇപ്പൊ നമ്മള് ദുബായിലാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവണെങ്കിലോ അവരെന്ത് ചെയ്യും? അപ്പൊ തന്നെ സ്പോട്ടിൽ പിടിച്ചുണ്ടോ? അതിനുവേണ്ടി ഇത്രയും താമസം പോലും ഉണ്ടാവില്ല. തീർച്ചയായും. സോ എനിക്ക് തോന്നുന്നു സഡൻ ആയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഇവർക്ക് ശിക്ഷ വാങ്ങുക, അല്ലെങ്കിൽ പേടി തോന്നുന്ന രീതിയിൽ അവർക്കൊരിത് കൊടുക്കണം. ഇപ്പോഴും ഇപ്പൊ എൻ്റെ ഒരു പ്രശ്നത്തിൽ അറസ്റ്റ് ഉണ്ടായി, അതിൽ അയാൾക്ക് പേടിയുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി ഇറങ്ങും, കാരണം അവരുടെ ജീവിതം വരുമാന മാർഗമൊക്കെ അതാണ്. അപ്പൊ അങ്ങനെ ജീവിക്കുക അയാള്. പക്ഷെ എനിക്ക് ഒരു പരിധി വരേക്കും ആ ഒരു സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ഇഷ്യൂ വരുന്നതിൽ അയാൾക്കൊരു ചെറിയ പേടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കും. അത് കൂടാതെ കുറെ പേരും ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോസ്. എന്തായാലും ഒരു ചെറിയ ഭയം ഉള്ളിൽ ഉണ്ടായി. അല്ലെ, വേണം. നമ്മുടെ എന്താ പറയാ, നമ്മുടെ നിയമങ്ങൾ അത്ര ശക്തമല്ലാത്തതുകൊണ്ടാണ്. എല്ലാവരുടെയും കമന്റ് ബോക്സ് എടുത്ത് നോക്കുക, അറിയാം ആളുകൾ എത്ര വൾഗറായിട്ടാണ് കമന്റ് ചെയ്തുകൊണ്ടിരിക്കണേന്നുള്ളത്. അപ്പൊ അതൊരു സീരിയസ് ആയിട്ടുള്ള, ശരിക്കും അതൊരു ഒഫൻസ് ആയിട്ട് തന്നെ എടുക്കണം. അതിന് നിയമ നടപടികളും അതിന്റെ കാര്യങ്ങളിൽ അവർ കുറച്ച് തലപോയ്ക്കണം. ടെൻഷൻ അനുഭവിച്ചാലാണ് അവർക്ക് പേടി ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്തൊരു കമന്റ് ഇടുമ്പോൾ അവർ ആലോചിച്ച കമന്റ് ചെയ്യുള്ളൂ. അങ്ങനെ വേണം, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെ.
അപ്പോൾ എന്തായാലും റോഷനിക്ക് ഇനിയും ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ശക്തമായിട്ട് പ്രതിരോധിക്കാൻ പറ്റട്ടെ. അയ്യോ, ഞാൻ ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടി ഇരിക്കുന്നു. എന്നാ പോലും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യങ്ങൾ പറയാൻ പലർക്കും മടി. ഞാൻ എവിടെ ഇതുവരേക്കും ഇപ്പഴാണെങ്കിലും ഞാൻ എന്റെ കാര്യം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതെ, അല്ല ഇതുവരേക്കും സ്വന്തം കാര്യമാണെങ്കിൽ ഞാൻ എന്റെ വിഷയങ്ങളിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞാനിങ്ങനെ പൊതു കാര്യങ്ങളിലെല്ലാം തലയിട്ട് അത് ഇങ്ങനെ കുറെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്കുണ്ടായ ഒരു ഇഷ്യൂ അതെന്താണോ അത് ജനങ്ങളോടാണെങ്കിൽ എനിക്കതേ പറയാനുള്ളൂ. എൻ്റെ ഒരു ഞാനിപ്പം നടി എന്നുള്ളൊരു ടാഗ് അതിൻ്റെ ഉള്ളിൽ കയറ്റിയേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അതില്ലെങ്കിൽ ഞാൻ റോഷനയായി. അങ്ങനെ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ റോട്ടിലൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയം അതിനെടുത്ത് ഒരുത്തൻ വീഡിയോയിൽ ഇട്ടിട്ട് കുറേ തെറി വിളിക്കുന്നു. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ ഇത് കാറ്റഗറൈസ് ചെയ്തിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ബാഡായിട്ട് ഫീൽ ആവുന്നത്. അത് സമൂഹം അങ്ങനെ എടുക്കുള്ളൂ. അവരുടെ വായടപ്പിക്കാൻ നമുക്ക് പറ്റൂല. അപ്പൊ എന്തായാലും ഇനി കരിയറും ലൈഫും എല്ലാം അടിപൊളിയായിട്ട് എന്റെ ബിസിനസ് എന്റെ കാര്യങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് പോകട്ടെ. നല്ല നല്ല റോൾസും വരട്ടെ സിനിമയിലാണെങ്കിലും. വരുമ്പോ ചെയ്യാം. പിന്നെ അത് മാത്രല്ല നമ്മളെ ഫാമിലിയെ അത് എഫക്ട് ചെയ്യാതെ കൊണ്ടുപോവാന്നുള്ളതാണ്. ഞാനിപ്പോ ബേസിക്കലി ഞാനൊരു നിയമയുദ്ധത്തിന് ഇറങ്ങി. അതെന്റെ ഹസ്ബൻഡിന്, അവരുടെ വീട്ടുകാർക്ക്, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ ബ്രദറിന്, എൻ്റെ ഫാമിലിക്ക് ആർക്കും എഫക്ട് ചെയ്യാതെ ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത്. ഞാൻ ഒരു കാര്യത്തിനും ആരെയും കൂട്ടു വിളിച്ചിട്ടില്ല. ഞാൻ വിളിക്കാത്ത എന്താ വെച്ചാൽ നാളെ അവര് പറയും ഇത് തന്നെ നേരമുള്ളൂ, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ എന്നെ എന്തിനാ വിളിക്കുന്നത്, നീയല്ലേ ഇതിനൊക്കെ നടന്നത്. എനിക്കതങ്ങനെ കേൾക്കാൻ ഇഷ്ടമില്ല. ഇപ്പൊ എന്നും അവർക്ക് ഈസിലി അവരത് ഹാൻഡിൽ ചെയ്യില്ല. കുറച്ച് കഴിയുമ്പോൾ അവർക്കത് ഇറിറ്റേറ്റഡ് ആവും. മതി, എന്താണ് ഇതിന് വേണ്ടി തന്നെ നടക്കണോ. അങ്ങനെ എൻ്റെ അമ്മയ്ക്കൊക്കെ അത് ഒരു ഇഷ്ടക്കേടാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മയൊക്കെ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അമ്മ പറയും എന്തിനാണ് നമ്മളിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഇതും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല, അമ്മ പറയുന്നത് അതാ, എന്തിനാ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. നമുക്ക് ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട്, നമ്മൾ അതിലാണ് ജീവിക്കുന്നത്. പല കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഡള്ളാവും. അപ്പൊ നമ്മൾ തുടക്കക്കാരിയാണ്, നിനക്ക് അതിനെപ്പറ്റി പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു സാധാരണ ഒരു അമ്മ പറയുന്ന പോലെ തന്നെ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. അപ്പൊ എന്തായാലും അമ്മ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അമ്മ നമുക്ക് സോപ്പിട്ട് കയ്യിലെടുക്കാം. അതെ. അപ്പൊ എന്തായാലും ലൈഫ് എല്ലാം അടിപൊളിയായിട്ട് പോകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.